12 ലക്ഷത്തിൽ അധികം വോട്ടർമാരാണ് നീലഗിരി മണ്ഡലത്തിൽ ഉള്ളത്. DMK സ്ഥാനാർത്ഥിയായ A. രാജയും അണ്ണാ DMK സ്ഥാനാർത്ഥിയായ ഡോക്ടർ ഗോപാലകൃഷ്ണനും തമ്മിലാണ് മണ്ഡലത്തിൽ പ്രധാന മത്സരം. BJP സ്ഥാനാർത്ഥിയായിരുന്ന ഗുരുമൂർത്തിയെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കി. വ്യക്തമായ രേഖകൾ ഹാജരാക്കാത്തതിനാലാണ് ഗുരുമൂർത്തി അയോഗ്യനായത്. ടെലികോം മന്ത്രിയായിരുന്ന A. രാജയ്ക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് ഗൂഡല്ലൂർ, ഭവാനിസാഗർ അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ 30% അധികം വരുന്ന മലയാളികളാവും ഇത്തവണ ഫലം നിർണ്ണയിക്കുക. கூடலூரை பொறுத்த வரைக்கும் கிட்டத்தட்ட 1,67,000 வாக்குகள் இந்த பகுதியில் உள்ளது. அதில் குறிப்பாக மலையாளிகளுடைய வாக்கு என்பது கிட்டத்தட்ட 45,000 முதல் 50,000 வாக்குகள் என்று கூறப்படுகிறது. മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രമായ ഗൂഡല്ലൂരിൽ 1,67,400 വോട്ടുകളാണുള്ളത്. ഇതിൽ 50,000-ഓളം വോട്ടുകൾ കുടിയേറിയ മലയാളികളുടേതാണ്. വനസംരക്ഷണത്തിന്റെ പേരിലുള്ള കുടിയേർക്ക് ഭീഷണിയാണ് മലയാളികൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ഇത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഇത് മറികടക്കാൻ സ്ഥാനാർത്ഥികൾ മലയാളികളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് പ്രചാരണത്തിൽ കാര്യമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്നാൽ DMK സ്ഥാനാർത്ഥിയായ A. രാജ ഇതുവരെ ഭൂമി പ്രശ്നത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. മലയാളികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കീഴിലാണ് അണിനിരന്നിട്ടുള്ളത്. മുസ്ലിം ലീഗ്, കോൺഗ്രസ്, DMK, CPM തുടങ്ങിയ പാർട്ടികളിലാണ് മലയാളികൾ കാര്യമായുള്ളത്. 30%-ലധികം വരുന്ന മലയാളി വോട്ടർമാരാണ് നീലഗിരി മണ്ഡലത്തിലെ ജയവും പരാജയവും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാഗ്ദാനം. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ സഞ്ജു പൊട്ടമലിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1.